ഹായ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പഴയ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ഇപ്പം നമ്മുടെ മസ്കറ്റ് ടൗണിലോട്ടാണ് മാറിയത്. അപ്പോൾ നമ്മുടെ സ്ഥലങ്ങളൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു വീഡിയോസ് ചെയ്യാനുള്ള എന്താ പറയുക, കറക്റ്റ് ഒരു ഏരിയ കിട്ടാത്തതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും അധികം വൈകാതെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ ഓണം ടൈമിൽ ഒരുപാട് മലയാള ചിത്രങ്ങൾ റിലീസിനെത്താറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ വൈശാഖ ചിത്രം ഖലീഫയും അതുപോലെ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത ദുൽഖർ ചിത്രമായ അയാം ഗെയിമുമായിരുന്നു. കൂട്ടത്തിൽ നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അയാം ഗെയിം റിലീസ് സെപ്റ്റംബർ 3 മാറ്റി. എന്നാൽ ഖലീഫയുടെ റിലീസ് അവർ ഉദ്ദേശിച്ച ആ ഓഗസ്റ്റ് 20 എന്ന ഡേറ്റിൽ തന്നെ അവർ റിലീസാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രം വേണ്ട, അതായത് റിലീസിന് മുമ്പേ അതിൻ്റെ ഗ്ലിംസ് ഇറങ്ങിയപ്പോൾ ഒരുപാട് ഹൈപ്പിലെത്തിയൊരു ചിത്രമാണ് ഖലീഫ. എന്നാൽ നേരെ തിരിച്ച് അയാം ഗെയിമിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരുപാട് സമ്മിശ്ര പ്രതികരണങ്ങൾ കിട്ടി. കാരണം എന്താ പറയുക, ഒരു മലയാളത്തിൽ ദുൽഖറിന് വീണ്ടും ഒരു നല്ല തിരിച്ചറിവല്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്താ പറയുക വിധി എഴുതി ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ. എന്നാൽ ഖലീഫയുടെ ഗ്ലിംസ് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ വമ്പൻ പ്രതീക്ഷയിൽ, വമ്പൻ ഹൈപ്പിൽ. പക്ഷെ അതിൻ്റെ റിലീസിന് തൊട്ട് മുമ്പേ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ. കാരണം ഈ ചിത്രത്തിൻ്റെ ഒരു സംഭവം എന്താണെന്ന് ആളുകൾക്ക് ഒരുപാട് മനസ്സിലായതുകൊണ്ട് ആ ചിത്രത്തിന് വളരെ നെഗറ്റീവ് വന്നു. പിന്നെ ആളുകൾ തിയേറ്ററിൽ പോയപ്പോൾ തന്നെ അവർ വിചാരിച്ചതിനേക്കാൾ വളരെ മോശത്തിലുള്ള ഒരു സിനിമയായിട്ട് വൈശാഖിൻ്റെ ഈ സിനിമ മാറി. കാരണം ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്. നമ്മുടെ ലാലേട്ടൻ പോയിട്ട് എല്ലാ സിനിമകളിലും അദ്ദേഹം എന്താ പറയുക ക്യാമിയോ ചെയ്യാൻ, ആവശ്യമുള്ള സിനിമയിലും ആവശ്യമില്ലാത്ത എല്ലാ സിനിമയിലും പോയിട്ട് പുള്ളിയാണ്ട് ക്യാമിയോ ചെയ്യുക. അതിന് മെയിൻ ഉദാഹരണമായിരുന്നു നമ്മുടെ ബബ്ബബ്ബ, അതായത് ദിലീപ് നായകനായ ബബ്ബബ്ബ. അതിൽ ലാലേട്ടൻ പോയിട്ട് വെറും ഒരു അലമ്പ് പടായി. അതേപോലെ തന്നെയാണ് ഈ പടം. ഇതിനു മുമ്പ് തുടരും എന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ വന്ന്, തുടക്കം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ അഭിനയിക്കുന്ന തുടക്കം എന്ന ചിത്രത്തിലും അദ്ദേഹം ഒരു ഗസ്റ്റ് റോൾ വന്നു. ആ ചിത്രവും പരാജയപ്പെട്ടു, ഒരു ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടില്ല. അതുപോലെ തന്നെ ഖലീഫ വമ്പൻ സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ലാലേട്ടൻ്റെ ലാസ്റ്റ് ഒരു 3-4 മിനിറ്റിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പ് കണ്ടപ്പോൾ ഒരുപാട് ട്രോള് വന്നു. അതായത് ഈ ഓണത്തിന് ക്രിസ്മസ് അപ്പൂപ്പൻ ഇറങ്ങി. കാരണം നമുക്കറിയാം ഒരു ലുക്ക് മാറ്റി പിടിക്കാൻ നമ്മുടെ ലാലേട്ടന് ഒരുപാട് പരിമിതികളുണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ മമ്മൂക്ക തന്നെയാണ് മികച്ചത് എന്നുള്ള ആർക്കും സംശയമില്ല. കാരണം പുള്ളി ഒരു മേക്കപ്പ് ഇട്ടത്, അതിന് മെയിൻ ഉദാഹരണമാണ് നമ്മുടെ കൊടുമൺ പൂറ്റി, അതായത് ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പൂറ്റി. കാരണം പുള്ളിയെ കണ്ടാൽ ആ ക്യാരക്ടറാണ് നമുക്ക് തോന്നും. എന്നാൽ ലാലേട്ടൻ കണ്ടാൽ നമുക്ക് എന്നും ഒരേ. കാരണം ഇപ്പോൾ എമ്പുരാനിൽ ചെയ്ത ഒരു കോട്ടിട്ട ഒരു സംഭവമായിട്ട് തന്നെ നമുക്ക് ഈ ഖലീഫയിലും തോന്നുള്ളൂ. ആ ഒരു ടൈപ്പിൽ തന്നെ ചെയ്ത്. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെയുള്ള എല്ലാ മണ്ടത്തരത്തിലും ചെന്ന് ചാടുക. കാരണം ലാലേട്ടനെ കുറച്ച് പിന്നിന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ലാലേട്ടൻ എല്ലാ മണ്ടൻ ചിത്രങ്ങളിലും പോയി ഗസ്റ്റ് റോൾ. ഇനി കത്തനാറ് വരാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ ജയിലർ പിന്നെയും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ പരാജയം. കാരണം നമുക്കറിയാം വൈശാഖിൻ്റെ സിനിമ പറയുമ്പോൾ ഒരു തട്ടുപൊളിപ്പം മാസ് ചിത്രമാവും, എല്ലാ ഫാമിലി ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ യുവാക്കൾക്കൊക്കെ നല്ല ഹരം കൊള്ളിക്കുന്ന തരത്തിലുള്ള ആക്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ജെനീവ് എബ്രഹാമാണ്. നമുക്കറിയാം അതിന് മുമ്പുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇയാൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അതിൽ കടുവ മാത്രമാണ് ഒരു മെച്ചപ്പെട്ട ഒരു ഭേദപ്പെട്ട ഒരു പ്രകടനം അല്ല ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി അതിനുശേഷം വന്നതൊക്കെ പക്കാ ഫ്ലോപ്പായിരുന്നു. അതും ഈ പൃഥ്വിരാജിനെ വെച്ച സംഭവങ്ങൾ തന്നെ. അപ്പോൾ എല്ലാ ചേരുകളും തട്ടിക്കൂട്ടിയ ഒരു ആക്ഷനും അതും ഇതും ചെയ്താൽ ഒരു സിനിമ ഹിറ്റാവുന്നുള്ള ഇവരുടെയൊക്കെ ഒരു വിചാരം അത് ശരിയല്ല. കാരണം പ്രേക്ഷകനാണ് ശരിക്കും വിലയിരുത്തുന്നത്, അല്ലാതെ ഈ എഴുതുന്ന സ്ക്രിപ്റ്റ് റൈറ്റർമാരോ അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്യുന്ന സംവിധായകന്മാരോ ഇതിൽ അഭിനയിക്കുന്ന നടന്മാരോ അല്ല. ഇത് തിയേറ്ററിലോട്ട് കാണാൻ വരുന്ന പ്രേക്ഷകനാണ് ഈ ചിത്രം എത്രത്തോളം നന്നാവും അല്ല എത്രത്തോളം വിജയിക്കുമെന്ന് വിലയിരുത്തുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ പഴയ വീഞ്ഞ്, ഈ 2000-ൽ 2005-ലുള്ള വീഞ്ഞ് ഇപ്പോഴും നിങ്ങൾ കുപ്പിയിലാക്കിയിട്ട് പ്രേക്ഷകൻ്റെ മുമ്പിൽ വെച്ചാൽ അവനത് നിരുത്സാഹപ്പെടുത്തുള്ളൂ, അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുള്ളൂ. അത് നിങ്ങൾ മറ്റുള്ളവരെ അവരെ ട്രോൾ റിവ്യൂ ചെയ്തിട്ടാണ് അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന സംഭവം
ഒരു പുതുമ വേണം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ 2026. ഈ 2026 സംഭവം ചെയ്താലുള്ളൂ പ്രേക്ഷകന് അത് കണക്റ്റ് ആവുള്ളൂ. നിങ്ങൾ 2026 വന്നിട്ട് 2000 കഥ എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ടൈമിലെ കഥയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ് ഓക്കെ. അല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആരും ഒരു എന്താ പറയുക എക്സെപ്റ്റ് ചെയ്യൂല. നിങ്ങൾ ഈ കാലങ്ങളൊക്കെ മാറിയിക്കണ്. ആ പഴയ കാലത്ത് നിങ്ങൾ ഇങ്ങോട്ട് പോരെ. പിന്നെ വൈശാഖിൻ്റെ ആ ഒരു പവറൊക്കെ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആയിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ചിത്രം എന്ന് പറയുമ്പോൾ ടർബോയിൻ. അതിൽ സ്ക്രിപ്റ്റ് കുറച്ചൊരു മോശമാണെങ്കിൽ കൂടി മമ്മൂക്കയുടെ ഒരു എന്താണ് ഒരു ഓറയും അതുപോലെ തന്നെ വൈശാഖിൻ്റെ ഒരു സംഭവമൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ വന്നു. പക്ഷേ ഇത് കണ്ട പിന്നെ ആവശ്യമില്ലാതെ കുറേ എന്താണ് ക്യാമിയോസ് കൊടുന്നു. ഒരിക്കലും ഈ ടൊവിനോൻ്റെ ക്യാമിയോ ഓക്കെ അടിപൊളി കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുള്ളിക്ക് ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല. വെറുതെ എന്തോ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി ഒരു വെടിവെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയെ കൊണ്ടുവരേണ്ട ഒരു സംഭവം ഇതിലില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി പറയാനുള്ളത്. പിന്നെ സൗബിനൊക്കെ എന്തിനാണ് ഗസ്റ്റ് റോൾ കൊടുത്തിട്ടുള്ളത്? ലാലേട്ടൻ്റെ ഈ മമ്പറ അത് ഒരു കാര്യം പറയാനുണ്ട്. ഈ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിൻ്റെ അപ്പൂപ്പൻ്റെ ക്യാരക്ടർ, അതായത് അച്ഛൻ്റെ ക്യാരക്ടറിലാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ലാലേട്ടന് അത്യാവശ്യം ഏജ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പൃഥ്വിരാജിൻ്റെ അച്ഛനായി അഭിനയിക്കുന്ന രഞ്ജി പണിക്കർക്കും അത്യാവശ്യം ഏജ് ഉണ്ട്. പുള്ളിയെ കാണുമ്പോൾ തന്നെ ഏകദേശം 60-65 വയസ്സ് തോന്നിക്കും. ഇതിൽ ലാലേട്ടനും കൂടി ഈ രഞ്ജി പണിക്കരുടെ അച്ഛനായിട്ട് ലാലേട്ടൻ വരുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക എന്തോ ഒരു മിസ്മാച്ചിങ് സംഭവത്തിൽ തോന്നുന്നുണ്ട്. പിന്നെ പല ആളുകളും പറഞ്ഞു അയാം ഗെയിം ഖലീഫയെ പേടിച്ചിട മാതിരി. ഒരിക്കലുമില്ല. അങ്ങനെ ഒരു പേടിച്ച് മാറ്റാനുള്ളൊരു ചിത്രമൊന്നും ഇതില്ലാന്ന് നമുക്കിതിൻ്റെ മുമ്പേ തന്നെ അറിയാം. ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് ചിത്രമാവാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം വളിപ്പ് പടമാണെന്നുള്ളത് നമുക്ക് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ മാത്രമല്ല എന്തായാലും സെപ്റ്റംബർ 3 അയാം ഗെയിം വമ്പൻ റിലീസായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഖലീഫ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. എന്തായാലും അവർ വിചാരിച്ച സംഭവം ഇതിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും. ഓക്കെ.